യാത്ര ചെയ്യാൻ ഇഷ്ടമല്ലാത്തവരായി ആരുണ്ട് അല്ലെ? ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഓസ്ട്രേലിയ, അമേരിക്ക പോലുള്ള വലിയ രാജ്യങ്ങളായിരിക്കും. എന്നാൽ വലുപ്പത്തിലല്ല കാര്യം എന്ന് പറയുന്നത് പോലെ നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ പട്ടണത്തിന്റെ മാത്രം വലിപ്പമുള്ള എന്നാൽ ഭംഗി കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില കുഞ്ഞൻ രാജ്യങ്ങളുണ്ട് ഈ ലോകത്ത്. 2025 നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട ലോകത്തിലെ ഏറ്റവും മനോഹരമായ 10 കുഞ്ഞൻ രാജ്യങ്ങളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ രാജ്യം ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ രാജ്യമാണ് വത്തിക്കാൻ സിറ്റി. റോം നഗരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം വെറും 0.44 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് വലിപ്പമുള്ളത്. ചരിത്രവും കലയും ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു സ്വർഗമാണ്. മൈക്കൽ ആഞ്ചലോയുടെ വിഖ്യാതമായ ചിത്രങ്ങളുള്ള സിസ്റ്റൈൽ ചാപ്പലും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. ഇനി യൂറോപ്പിൽ നിന്ന് നമുക്ക് കരീബിയൻ ദ്വീപുകളിലേക്ക് പോകാം. ഇരട്ട ദ്വീപുകളായ സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസ്, അഗ്നിപർവ്വതങ്ങൾ, ഇടതൂർന്ന മഴക്കാടുകൾ, കരിമ്പിൻ തോട്ടങ്ങളുടെ പൈതൃകം വിളിച്ചോതുന്ന പുരാതന കോട്ടകൾ എന്നിവയെല്ലാം ഈ നാടിന്റെ ഭംഗി കൂട്ടുന്നു. പവിഴപ്പുറ്റുകൾക്കിടയിലൂടെ ഡ്രൈവ് ചെയ്യാനും സൂര്യാസ്തമയം കാണാനും ഇതിനും മികച്ച ഒരിടം വേറെ ഉണ്ടാകില്ല. അടുത്തത് മെഡിറ്ററേനിയൻ കടലിലെ ഒരു രത്നമാണ് മാൾട്ട. ചരിത്രം ഉറങ്ങുന്ന കോട്ടകളും മനോഹരമായ വലേറ്റ തലസ്ഥാനവും നീല നിറത്തിലുള്ള കടലും ഈ നാടിനെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലമാക്കി മാറ്റുന്നു. ചുണ്ണാമ്പു കല്ലുകളാൽ തീർത്ത മലയിടുക്കുകളും പുരാതന പള്ളികളും ഇവിടുത്തെ തെരുവുകൾക്ക് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു. ഇനി നമ്മൾ പോകുന്നത് ആൽസ് പർവ്വത നിരകൾക്കിടയിൽ സ്വിറ്റ്സർലാൻഡിനും ഓസ്ട്രിയയ്ക്കും ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു സുന്ദരൻ രാജ്യത്തേക്കാണ് ലിക്റ്റൻസ്റ്റൈൻ. അതിമനോഹരമായ മലനിരകളും ശാന്തമായ ഗ്രാമങ്ങളും ഇവിടുത്തെ പ്രത്യേകതയാണ്. വേണമെങ്കിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഈ രാജ്യത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടന്നെത്താൻ പോലും സാധിക്കും. നമ്മുടെ ലിസ്റ്റിൽ അടുത്തതും ഒരു യൂറോപ്യൻ രാജ്യമാണ് മൊണാക്കോ. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നായ ഇവിടം ആഡംബരത്തിന്റെ പര്യായമാണ്. കൂറ്റൻ കപ്പലുകൾ നിറഞ്ഞ തുറമുഖം, ലോകോത്തര കാസിനോകൾ, ഗ്രാൻഡ് പ്രിക്സ്, കരോട്ട മത്സരം എന്നിവയെല്ലാം മൊണാക്കോയെ പ്രശസ്തമാക്കുന്നു. ഇനി നമുക്ക് പസഫിക് സമുദ്രത്തിലെ ചില കുഞ്ഞൻ ദ്വീപ് രാജ്യങ്ങളെ പരിചയപ്പെടാം. അതിലൊന്നാണ് ടുവാലു. കടൽ നിരപ്പ് ഉയരുന്നത് കാരണം ഭീഷണി നേരിടുന്ന ഈ രാജ്യം അതിന്റെ തനതായ സംസ്കാരവും തെളിഞ്ഞ നീലാകാശവും കൊണ്ട് നമ്മളെ ആകർഷിപ്പിക്കും. 9 ദ്വീപുകൾ ചേർന്ന ഈ രാജ്യത്തെ ജീവിതം നേരിൽ കാണുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. പസഫിക്കിലെ മറ്റൊരു സുന്ദരിയാണ് നൗറു. വെറും 21 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ രാജ്യത്ത് 10,000-ൽ താഴെ ആളുകൾ മാത്രമേ താമസിക്കുന്നുള്ളൂ. പവിഴപ്പുറ്റുകളും ശാന്തമായ കടൽ തീരങ്ങളും ഗ്രാമീണ ജീവിതവും ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇവിടം സന്ദർശിക്കാം. അടുത്തത് ഹവായിക്കും ഓസ്ട്രേലിയയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മാർഷൽ ദ്വീപുകൾ. കടലിനടിയിൽ പര്യവേഷണം നടത്താൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു പറുദീസയാണ്. 2ാം ലോക മഹായുദ്ധ കാലത്തെ കപ്പലുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ ഡ്രൈവ് ചെയ്യാനും പവിഴപ്പുറ്റുകളുടെ ഭംഗി ആസ്വദിക്കാനും ഇവിടെ അവസരമുണ്ട്. പോളിനേഷ്യൻ ത്രികോണത്തിന്റെ ഹൃദയഭാഗത്തുള്ള കുക്ക് ദ്വീപുകളാണ് അടുത്തത്. തെളിഞ്ഞ വെള്ളമുള്ള ലഗൂണുകളും പച്ചപ്പ് നിറഞ്ഞ മലകളും ഈ 15 ദ്വീപ് സമൂഹത്തെ ഒരു സ്വപ്നഭൂമിയാക്കി മാറ്റുന്നു. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ രാജ്യം ദി റോക്ക് എന്നറിയപ്പെടുന്ന നിയുവയാണ്. ന്യൂസിലൻഡിന് സമീപത്തുള്ള ഈ പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായ ദ്വീപ് അതിന്റെ പ്രകൃതിദത്തമായ ഗുഹകളും തെളിഞ്ഞ വെള്ളവും കൊണ്ട് സഞ്ചാരികളെ വിസ്മയിപ്പിക്കും.